ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനയുടെ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ദൈവസഭ കാത്തിരിക്കുന്നു. നമുക്കും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിനായിട്ടും പ്രത്യാശയ്ക്കായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതേ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും നിത്യതയിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തന്നെ എന്ന ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ നിത്യതയിൽ കാണപ്പെടേണ്ടുന്നതിന് ദൈവവചന പ്രകാരമുള്ള ക്രമീകരണം, ഒരുക്കം, ശുദ്ധീകരണം വളരെ പ്രാധാന്യമുള്ളതാണ്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ, കർത്താവെ, അവിടുന്ന് അടിയനോട് പറയാനുള്ളത് എന്തെന്ന് കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ. അവിടുത്തെ മഹിമയെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ആ തിമിരത്തിൽ നിന്ന് മാറ്റി ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഉൾക്കൊള്ളുവാൻ, വചനത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഒരു ഹൃദയം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. ഞങ്ങൾ തിരുസന്നിധിയിൽ കാണപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് വിളിച്ചിരിക്കുകയാൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ, സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുമ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ നിത്യപ്രകാശം ഞങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം, ആ തേജസ് ഞങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 19-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. ദൈവം തന്റെ ശിഷ്യന്മാർക്ക് ദേശത്തിൽ കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുന്ന അധികാരത്തെ കുറിച്ചാണ് അവിടെ നമ്മൾ വായിച്ചത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. വളരെ വ്യക്തമായ സുരക്ഷിതത്വം ദൈവം തന്റെ മക്കൾക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുകയാണ്. എന്നാൽ അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുന്നത് അതിൽ നിന്നും തികച്ച വ്യത്യസ്തമായ മറ്റൊരു സന്ദേശം അവിടെ കൊടുക്കുന്നുണ്ട്. യേശു പറയുകയാണ്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങും. കർത്താവിന്റെ നാമത്തിൽ അതിനുള്ള അധികാരം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. പക്ഷേ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ സന്തോഷം വച്ചിരിക്കേണ്ടത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പിൻ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നതിൽ നിങ്ങൾ സന്തോഷിപ്പിൻ. കാരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് രണ്ടാം മരണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും മരണത്താൽ ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്യും? മാറ്റപ്പെടും. ദൈവത്തിന്റെ സമയത്തിൽ മരണത്താൽ ഈ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യും? മാറ്റപ്പെടും. ദൈവഭക്തനായ ദാവീദ് തന്റെ മരണത്തോടടുക്കുമ്പോൾ താൻ പറഞ്ഞ ഒരു കാര്യമാണ്, എല്ലാവരും പോകുന്ന വഴിയിലൂടെ ഞാനും എന്ത് ചെയ്യുന്നു? പോകുന്നു. എന്നാൽ എല്ലാവരും ഒരിടത്തല്ല എന്ത് ചെയ്യുന്നത്? എത്തിച്ചേരുന്നത്. ദൈവഭക്തന്മാർ, ദൈവഭക്തകളായിരിക്കുന്നവർ എത്തിച്ചേരുന്ന ഇടം ദൈവസന്നിധിയാണ്, നിത്യതയാണ്, നിത്യസ്വർഗമാണ്. എല്ലാവരും മരണത്തിലൂടെ ഈ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടും. എന്നാൽ എല്ലാവരും എത്തിച്ചേരുന്നത് ഒരിടത്തല്ല, 2 സ്ഥലത്തിലാണ്. ബൈബിൾ അത് വ്യക്തമായി പറയുന്നു. പറുദീസ എന്നും പാതാളമെന്നും പറയുന്നു, സ്വർഗമെന്നും നരകമെന്നും പറയുന്നു. ലാസർ മരിച്ചു, പറുദീസയുടെ അനുഭവത്തിൽ എന്ത് ചെയ്തു? എത്തിച്ചേരുന്നു. ധനവാനായിട്ടുള്ള ഒരു മനുഷ്യൻ മരിക്കുന്നു, അവൻ പാതാളത്തിൽ യാതന എന്ത് ചെയ്യുന്നു? അനുഭവിക്കും. ക്രൂശിൽ കിടന്ന കള്ളനെ കുറിച്ച് കർത്താവ് അവനോട് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ എന്ത് ചെയ്യും? ഇരിക്കും. അങ്ങനെ പറുദീസയുടെ അനുഭവത്തിൽ ആയിരിക്കുന്നവർ 1000 ആണ്ട് വാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ പറുദീസയുടെ അനുഭവം നിത്യമായ സ്വർഗം എന്നുള്ള അനുഭവത്തിലേക്ക് ദൈവം എന്ത് ചെയ്യുന്നു? എടുക്കപ്പെടും, മാറ്റപ്പെടും. പിന്നെ എന്നേക്കും ദൈവത്തോടു കൂടെയുള്ള നിത്യ സ്വർഗ സൗഭാഗ്യത്തിലേക്ക്
ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, എന്റെ നാമത്തിന്റെ ശക്തിയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തിന്റെ ശുശ്രൂഷയിൽ ഭൂതങ്ങൾ കീഴടങ്ങുകയും രോഗികൾ സൗഖ്യമാവും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഉണ്ടാകും. എങ്കിലും നിങ്ങൾ സന്തോഷിക്കേണ്ടത് അതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുവിൻ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് രണ്ടാം മരണം. ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമിയിൽ പേര് സമ്പാദിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമാണ്. പലപ്പോഴും അത് ആത്മീയ ഗോളത്തിലും ആ ഒരു ലാഞ്ചന എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അങ്ങാടിയിൽ വന്ദനവും അല്ലെങ്കിൽ മറ്റുള്ളവരാലുള്ള പുകഴ്ചകൾ ലഭിക്കുവാനും അധികാരത്തിന്റെ പട്ടകൾ അതിന്റെ വീതി വർദ്ധിപ്പിക്കുക എന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വചനത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നു. എന്നാൽ ഈ ഭൂമിയിലുള്ള പേരിനോ പ്രശസ്തിക്കോ സ്ഥാനത്തിനോ മാനത്തിനോ പുകഴ്ചയ്ക്കോ അംഗീകാരത്തിനോ ഉള്ള വിലയേക്കാൾ, അല്ലെങ്കിൽ അതൊക്കെ ഒരു നാൾ എന്ത് ചെയ്യും, ഒഴിഞ്ഞു പോകും. ദൈവവചനം അത് ഓർപ്പിക്കുന്നു. ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും, ലോകത്തിന്റെ മോഹം, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഒഴിഞ്ഞു പോകും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നവനോ അവൻ നിത്യതയിൽ ഉണ്ടാകും. അതുകൊണ്ട് മറ്റൊരു കാര്യങ്ങളിലും നമ്മൾ പ്രശംസിക്കാതെ എന്റെ പേര് ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷം ദൈവമക്കൾക്ക് എപ്പോഴും എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എഴുതപ്പെട്ട വചനം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ട വചനത്തിന്റെ നിവൃത്തിയാണ്. യേശുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് വചനത്തിന്റെ നിവൃത്തിയാണ്. ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്യും, നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നു. അപ്പോൾ എഴുതപ്പെട്ട നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം, ആ വചനത്തിന്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം പകരപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്യുമ്പോൾ, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ, വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ, വേദപുസ്തകം അനുസരിക്കുമ്പോൾ നമ്മുടെ പേര് ഈ ജീവപുസ്തകത്തിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാൻ കഴിയും. വേദപുസ്തകം വായിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വിചാരങ്ങളിൽ, നമ്മുടെ വികാരങ്ങളിൽ, നമ്മുടെ ഇച്ഛാശക്തിയിലൂടെ, നമ്മുടെ മനസാക്ഷിയിലൂടെ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിലൂടെ, വചനത്തിലൂടെ നമ്മെ കയറ്റി ഇറക്കുമ്പോൾ, അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, അതിലൂടെ നമ്മൾ വിവേചിച്ചും അനുതപിച്ചും മാനസാന്തരപ്പെട്ടും രൂപാന്തരപ്പെട്ടും കൊണ്ട് നമ്മൾ വചനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഓരോ വചനത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പേര് ഈ പുസ്തകത്തിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ വചനം നമ്മെ പാപബോധം തരുന്നുണ്ടെങ്കിൽ ആ പാപബോധത്തിന് ക്രമമുണ്ടാകുമ്പോൾ ഈ ജീവപുസ്തകത്തിൽ എന്റെ പേരുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടുള്ള തിരിച്ചറിവ് നമുക്ക് എന്ത് ചെയ്യും, ഉണ്ടാകും. ദൈവത്തിന്റെ വഴി വിട്ടുമാറുമ്പോൾ ജീവപുസ്തകത്തിൽ നിന്ന് പേരെന്ത് ചെയ്യുന്നു, നമുക്ക് ആ തെളിച്ചം കാണത്തില്ല, കിട്ടത്തില്ല. ദൈവത്തിന്റെ വഴിയിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ ഈ പുസ്തകത്തിൽ എന്റെ പേരുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് എന്ത് ചെയ്യും, ബോധ്യമുണ്ടാകും. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനവും നമ്മുടെ ഉള്ളത്തിൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തിലൂടെ നമ്മൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു പോകുമ്പോൾ ജീവപുസ്തകത്തിൽ എന്റെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യത്തെ കുറിച്ചിട്ടുള്ള നിശ്ചയം പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ എന്ത് ചെയ്യുവിൻ, സ്വരൂപിച്ചു കൊള്ളുവിൻ. നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയം ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് കാണപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിലൂടെ ക്രമീകരിക്കപ്പെടുവാൻ, ആരാധനയിലൂടെ ക്രമീകരിക്കപ്പെടുവാൻ, ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ ക്രമീകരിക്കപ്പെടുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം ദൈവസന്നിധിയിൽ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി കാണുവാൻ തക്കവണ്ണം നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടും. അങ്ങനെ എഴുതി കാണപ്പെടുന്നവർ നിത്യതയിലുണ്ടാകും. ഭക്തനായിട്ടുള്ള ഒരു പാട്ടുകാരൻ എഴുതി, പേർ വിളിക്കും നേരം കാണും എൻ പേരും, എന്റെ പേര് ജീവപുസ്തകത്തിൽ കാണുമെന്നുള്ള നിശ്ചയം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പകർച്ചയുടെ അടിസ്ഥാനത്തിൽ
നമ്മുടെ ആത്മമണ്ഡലം അത് വ്യക്തമായി അത് തിരിച്ചറിയണം. അവിടെയാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. ദൈവവചനത്തിൽ അത് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം, കർത്താവിന്റെ സന്നിധിയിൽ ഞാനും കാണപ്പെടും എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, അതാണ് ആത്മസന്തോഷം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ലോകം അതിന്റെ മോഹം അതോടുകൂടി എന്ത് ചെയ്യും? നശിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ ജീവപുസ്തകത്തിൽ ഇടം കണ്ടെത്തുകയും അവർ നിത്യമായി ദൈവസന്നിധിയിൽ കാണപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15:19 വായിക്കുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ദൈവം നമുക്കൊരു നിത്യത വച്ചിരിക്കുന്നു. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടേണ്ടുന്നതിനാണ് ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ഒരു ജീവിതം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? ബോധ്യമുണ്ടായിരിക്കണം. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. കാരണം സകല മനുഷ്യരും മരണത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകം മരണത്തിനപ്പുറത്തേക്കുള്ള വെളിച്ചം എന്ത് ചെയ്യുന്നില്ല? അവർക്ക് കാണാൻ കഴിയുന്നില്ല. യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പറയുന്നത്, മരണത്തിനപ്പുറത്തേക്കുള്ള ജീവന്റെ വെളിച്ചം ഞാനാകുന്നു. ആ വെളിച്ചത്തിൽ നടക്കുന്നവൻ മരണത്തെ അതിജീവിച്ച് ജീവനിൽ കടന്നവൻ. എന്നെ അനുഗമിക്കുന്നവർ മരണം വിട്ട് ജീവനിൽ കടന്നവർ. ദൈവത്തിന്റെ വചനം അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവ് മരണത്തിനപ്പുറത്തേക്കുള്ള ജീവന്റെ വെളിച്ചത്തെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ഈ ആയുസ്സിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വിശ്വസിക്കുന്നതെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര എന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിത്യജീവൻ, ആ നിത്യരക്ഷയെക്കുറിച്ച്, ആ തേജസ്കരണത്തെക്കുറിച്ച്, ആ പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. സങ്കീർത്തനം 49:20 വാക്യത്തിൽ വരുമ്പോൾ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം. ഇവിടെ മനുഷ്യനെ കുറിച്ച് പറയുന്നു, അവൻ എവിടെയായിരിക്കുന്നു? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ. ഭൂമിയിൽ പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും അംഗീകാരവും എല്ലാ മേഖലകളിലും, സാംസ്കാരിക രംഗങ്ങളിലും കലാരംഗങ്ങളിലും ശാസ്ത്രരംഗങ്ങളിലുമൊക്കെ പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും അംഗീകാരവും പുകഴ്ചകളും ഒക്കെ ലഭിച്ച് മാനത്തോളം ഇരിക്കുന്നവർ വിവേകഹീനനായാൽ, ഇവിടെ പറയുന്ന വിവേകഹീനത എന്ന് പറയുന്നത് തന്റെ സ്വന്തം പ്രാണനെ രക്ഷിപ്പാൻ മതിയായ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാനോ തന്റെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി കാണാനോ കഴിയാതെ ഈ ലോകത്തിന്റെ എല്ലാ മാന്യമായ കാര്യങ്ങളിലും ഉന്നതി പ്രാപിച്ച് മാനത്തോടിരിക്കുന്ന ഈ മനുഷ്യൻ തന്റെ സ്വന്തം പ്രാണനെ നഷ്ടപ്പെടുത്തി കളയത്തക്കവണ്ണമുള്ള വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമെന്നാണ്. മൃഗങ്ങൾ എന്ന ബഹുവചനമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്ന. ഓരോ മൃഗത്തിനും എന്തുണ്ട്? ഓരോ പേരുണ്ട്. എന്നതുപോലെ ആത്മാവിന്റെ നിത്യരക്ഷ തിരിച്ചറിയാൻ കഴിയാതെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഓരോ മൃഗങ്ങൾക്ക് ഓരോ പേരുള്ളത് പോലെ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ഈ ലോകത്തിൽ നിന്ന് അവൻ ദൈവമില്ലാതെ മരണപ്പെട്ടാൽ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ സ്വന്തം ആത്മാവിനെ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി തിരിച്ചറിയാതിരുന്നാൽ നശിച്ചു പോകുന്ന പലവിധമായ മൃഗങ്ങൾക്ക് തുല്യമായി മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് അവൻ എന്താണെന്ന് ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? അവൻ അറിഞ്ഞിട്ടില്ല.
ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളമോ വരുവാനുള്ള ലോകത്തെ അവർ എന്ത് ചെയ്യുന്നു? വിശ്വാസ കണ്ണാൽ കണ്ടവരാണ്. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം താൽക്കാലികമാണെന്നും ഈ ഭൗമികമായ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാത്തതും ആത്മാവിന്റെ കണ്ണുകൊണ്ട് വിശ്വാസ കണ്ണിൽ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു സ്വർഗീയ മഹിമയുണ്ടെന്നും തിരിച്ചറിഞ്ഞിട്ടുള്ളവർ അവർ ഭാഗ്യമുള്ളവരാണ്. കാരണം അവരുടെ പ്രത്യാശ ഈ ഭൂമിയിലല്ല, താൽക്കാലികമായതും നശിച്ചു പോകുന്നതുമായ കാര്യങ്ങളിലല്ല. ഈ ഭൂമിയിലെ പേരിനോ പ്രശസ്തിക്കോ സ്ഥാനത്തിനോ മാനത്തിനോ അംഗീകാരത്തിനോ അല്ല അവർ എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത്. ഇതെല്ലാം മായയാണെന്നും ഇതെല്ലാം നശിച്ചു പോകുന്നതാണെന്നും എന്നാൽ നിത്യമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നും അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്നും, ഒരിക്കൽ കർത്താവ് വന്നത് പാപികൾക്ക് രക്ഷ പ്രാപിപ്പാൻ, പാപത്തിന് പരിഹാരം നൽകുവാൻ തക്കവണ്ണം ക്രിസ്തു ഒരിക്കലായിട്ട് എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. എന്നാൽ വീണ്ടും കർത്താവ് പ്രത്യക്ഷനാകുന്നത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധ ജനത്തിന് വേണ്ടിയാണ് കർത്താവ് വീണ്ടും വരുന്നത്. ആ വീണ്ടും വരുന്ന കാര്യത്തെക്കുറിച്ച് ദൈവജനം വിശ്വസിക്കുന്നു. ഒരിക്കൽ പാപികളെ രക്ഷിപ്പാൻ വന്ന കാര്യവും ദൈവമക്കൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ആ വിശ്വാസത്താൽ പാപമോചനം പ്രാപിച്ചവർ, രക്ഷ പ്രാപിച്ചവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ചവർ, നീതീകരണത്തിന്റെ അനുഭവം പ്രാപിച്ചവർ, ശുദ്ധീകരണത്തിന്റെ അനുഭവം പ്രാപിച്ചിരിക്കുന്നവർ, ആ തേജസ്കരണത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഒരു കാര്യം കൂടി ഉറപ്പുണ്ട്: അവൻ ഒരിക്കൽ വന്നതുപോലെ അവൻ വീണ്ടും വരും. നാം കാത്തിരിക്കുന്നത് കർത്താവിന്റെ വരവിൽ തന്നോടുകൂടെ തേജസ്കരിക്കപ്പെടുവാനും, കർത്താവിന്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവരാണെങ്കിൽ പുനരുദ്ധാനം പ്രാപിക്കുവാനും കഴിയും. അതുകൊണ്ട് നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരല്ല, അതിനപ്പുറത്തേക്ക് നിത്യമായ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ സന്നിധിയിൽ ഒരുങ്ങിയും പ്രാർത്ഥിച്ചും ഞരങ്ങിയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു. കർത്താവ് ദൈവത്തിന്റെ മക്കളെ തന്റെ മഹത്വം കൊണ്ട് ധാരാളം നിറയ്ക്കട്ടെ. അപ്പോൾ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി പോയാൽ, തന്റെ ആത്മാവിനെ നേടുന്ന കാര്യത്തിൽ വിവേകഹീനനായി പോയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമായിട്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്യും? മാറ്റപ്പെടും. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ ദൈവസന്നിധിയിൽ കണക്കാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. നീ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുകയും മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരുവിൻ എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കും. ആ സംഭവിക്കുന്ന കാര്യത്തിനകത്ത് എനിക്കും ഉൾപ്പെടേണ്ടുന്നതിന് ജ്ഞാനമുള്ള ഒരു ഹൃദയം, ദൈവവചനത്തിൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം, പരിശുദ്ധാത്മാവിൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം, നിത്യതയെക്കുറിച്ച് ജ്ഞാനമുള്ള ഒരു ഹൃദയം, നീതീകരണത്തെക്കുറിച്ച് ജ്ഞാനമുള്ള ഒരു ഹൃദയം, തേജസ്കരണം പ്രാപിക്കേണ്ടുന്നതിനുള്ള ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് ദൈവമേ നീ എന്ത് ചെയ്യണമേ? തരണമേ. ഞങ്ങൾ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി കാണപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം, നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ദൈവം അവന് കൊടുത്തിരിക്കുന്ന സമയമാണ്. ഗ്ലോറി ടു ഗോഡ്. അവന്റെ ആയുസ് അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ ദൈവവചനത്തിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടുന്നവൻ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, ദൈവ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ അവൻ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നിത്യതയിൽ അവൻ ഉണ്ടാകും. നിങ്ങളുടെ നിക്ഷേപം, നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയത്തെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ചെലവഴിപ്പിൻ എന്നാണ് ആ വചനത്തിന്റെ സാരം. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ എന്ത് ചെയ്യുവിൻ? കരുതിക്കൊള്ളുവിൻ, സ്വരൂപിച്ചു കൊള്ളുവിൻ. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 20-ാം വാക്യമാണ് അത് പറയുന്നത്. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിത്യതയിലേക്ക് നമ്മളുടെ നിക്ഷേപത്തെ എന്ത് ചെയ്യുവിൻ? സ്വരൂപിച്ചു കൊള്ളുവിൻ. അന്നാളിൽ അവർ നിത്യലജ്ജയിലേക്ക് ചിലരെന്ത് ചെയ്യും? പോകും. അവർ പറയുന്ന എന്താണ്? ഞങ്ങൾക്ക് ഈ ലജ്ജയിലേക്ക്, ആ നരകത്തിലേക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ട? പോകണ്ട. അവർ കയ്യും കാലും ഇട്ട് എന്ത് ചെയ്യും? അടിക്കും. അവിടെ ദൂതന്മാരോട് പറയുന്നു, അവന്റെ കയ്യും കാലും കെട്ടി എന്ത് ചെയ്യും?
നിത്യനരകത്തിലേക്ക് എറിയുവേൻ. ഇതെത്ര പരിതാപകരമായ അവസ്ഥയാണ്. എന്നാൽ ചിലരോ തേജസ്സിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. ദൈവത്തിന്റെ ജനം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ദൈവത്തിന്റെ മക്കൾ തേജസ്സിൽ എന്ത് ചെയ്യും? എടുക്കപ്പെടും. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യം വരുമ്പോൾ, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. മുൻപേ, അവിടെ ഒരു വാണിംഗ് തരികയാണ്. അതെന്താണ് അർത്ഥമാക്കുന്നത്? എന്ത് കാര്യത്തിനും മുൻപേ മനുഷ്യൻ അവന്റെ ചിന്തകളും അവന്റെ വാക്കുകളും അവന്റെ പ്രവർത്തികളും, ഇതാണ് ഒരു മനുഷ്യൻ എന്ന് പറയും. അവന്റെ ചിന്തകൾ, അവന്റെ വാക്കുകൾ, അവന്റെ പ്രവർത്തികൾ, ഇതാണ് ഒരു മനുഷ്യൻ. അപ്പോൾ ഇവിടെ വായിച്ച വാക്യം മുൻപേ, എന്ത് കാര്യം ചിന്തിക്കുന്നതിനും മുൻപേ ആ ചിന്തകൾ എന്നെ ദൈവരാജ്യത്തിനകത്തേക്ക് കടത്താനുള്ളതാണോ, ആ ചിന്തകൾ എന്നെ ദൈവരാജ്യത്തിൽ നിന്ന് പുറന്തള്ളുന്ന ചിന്തകളാണോ എന്ന് ഞാൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം ആ ചിന്തയിൽ എന്ത് ചെയ്യാൻ? തുടരാൻ. എന്നാണ് അതിന് സാരം. രണ്ടാമത്തെ കാര്യം എന്താണ്? എന്ത് കാര്യം പറയുന്നതിന് മുൻപേ ആ പറയുന്ന കാര്യം നിമിത്തം ഞാൻ ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ആളാണോ, ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള ആളാണോ എന്ന് സംസാരിക്കുന്നതിന് മുൻപേ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? സംസാരിക്കാൻ. മുൻപേ അവന്റെ രാജ്യം, അവന്റെ രാജ്യത്തിനകത്ത് ഞാൻ പ്രവേശിക്കാനുള്ള ചിന്തയും കൊണ്ടാണോ ഞാൻ നടക്കുന്നത്? ഞാൻ ചിന്തിക്കുന്ന ചിന്ത ദൈവസന്നിധിയിൽ നീതിയുള്ളതാണോ? മുൻപേ അവന്റെ രാജ്യവും നീതിയും എന്നാണ് പറയുന്നത്. ചിലപ്പോ ഈ വാക്യം വായിച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം, മുൻപേ അവന്റെ രാജ്യവും നീതിയും നിങ്ങൾ എന്ത് ചെയ്യും? അന്വേഷിക്കും. അതായത് ദൈവത്തിന് രാജ്യവും ഇല്ല, ദൈവത്തിന് നീതിയും ഇല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി നിങ്ങൾ എന്ത് ചെയ്യും? നടപ്പിലാക്കി കൊടുക്കുവിൻ. ദൈവത്തിന്റെ രാജ്യം നിങ്ങൾ എന്ത് ചെയ്യും? സ്ഥാപിച്ചു കൊടുക്കും. കാരണം കർത്താവിന് എന്തില്ല? കർത്താവിന് രാജ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ രാജ്യം ഉണ്ടാക്കിയാലേ ആ പാവം ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ രാജ്യത്തിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മുമ്പേ അവനൊരു രാജ്യം നിങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കുവിൻ. ദൈവത്തിന്റെ നീതി നിങ്ങൾ എല്ലാവരും കൂടെ ശ്രമിച്ച് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ദൈവത്തിന്റെ നീതി ഒന്ന് നടപ്പിലാക്കി കൊടു എന്നല്ല അതിന്റെ അർത്ഥം. തിരിച്ചാണ്, ഞാൻ ദൈവരാജ്യത്തിനകത്തേക്ക് പോകാനുള്ളതാണോ എന്റെ ചിന്തകൾ? ആ ചിന്തകൾ ദൈവത്തിന്റെ മുമ്പിൽ നീതിയുള്ളതാണോ? ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നിമിത്തം ഞാൻ ദൈവരാജ്യത്തിൽ പുറത്താക്കപ്പെടുകയോ അകത്തേക്ക് കൊണ്ടുപോവുകയോ ചെയ്യും. ഈ രണ്ട് കാര്യമാണ് സംസാരത്തിലുണ്ടാകും. ഭയപ്പെടണം. എന്റെ സംസാരം ദൈവത്തിന്റെ മുമ്പിൽ നീതിയുള്ളതാണോ, നീതിയില്ലാത്തതാണോ? എന്ത് കാര്യത്തിന് മുൻപേ നമ്മൾ ചിന്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, മൂന്നാമത്തെ കാര്യം എന്താണ്? പ്രവർത്തിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ നിമിത്തം ദൈവരാജ്യത്തിനകത്തേക്കോ പുറത്തേക്കോ പോകാനുള്ളത് തീരുമാനിക്കുന്നത് ചിന്തയും വാക്കുകളും പ്രവർത്തികളുമാണെന്നുള്ള കാര്യം ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് ബോധമുണ്ടായിരിക്കണം. സുബോധത്തിന്റെ ആത്മാവ് പ്രാപിച്ചിരിക്കുന്നവർ, ആത്മാവിന്റെ ചിന്ത, ആത്മീയം തുടങ്ങുന്നത് ചിന്തയിലാണ്. ആത്മാവ് സംസാരിക്കുന്നത് ചിന്താമണ്ഡലത്തിലാണ്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഹൃദയങ്ങളിലാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് എന്തിനാ? എന്റെ പേര് ജീവപുസ്തകത്തിൽ കാണണം. ഇന്നൊത്തിരി ആൾക്കാർ ദൈവസന്നിധിയിൽ വരുന്നത് എന്തിനാണെന്നറിയോ? വിടുതൽ കിട്ടണം, അനുഗ്രഹം കിട്ടണം, ഉയർച്ച കിട്ടണം. അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ദൈവസന്നിധി ഞാൻ വരുന്നു, അവിടുത്തെ ഉപദേശം കേൾക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? വരുന്നു. അവിടുത്തെ കൽപ്പനകൾ കേൾക്കുവാനും അതനുസരിക്കുവാനും ഞാൻ എന്ത് ചെയ്യുന്നു? വരുന്നു. ജീവന്റെ മാർഗം എനിക്ക് എന്ത് ചെയ്യണം? കാണിച്ചു തരണം. അതറിയാൻ ഞാൻ എന്ത് ചെയ്യുന്നു? വരുന്നു. എന്നിത്യാദിയുള്ള കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ അന്വേഷിച്ചാണോ ഇന്ന് ജനം ദൈവസഭയിലേക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അവരുടെ വിഷയം എന്താണ്? അവർക്ക് വിടുതൽ ഉണ്ടാവണം, അനുഗ്രഹം ഉണ്ടാവണം, ഉയർച്ച ഉണ്ടാവണം, പേരുണ്ടാവണം, പ്രശസ്തി ഉണ്ടാവണം, സ്ഥാനം ഉണ്ടാവണം, അംഗീകാരം ഉണ്ടാവണം. ദൈവത്തിന്റെ വചനം കേൾക്കാനാണോ? ജീവന്റെ വചനം കേൾക്കാനാണോ ഞാൻ വരുന്നത്? സത്യം അന്വേഷിച്ചാണോ ഞാൻ വരുന്നത്? ജീവൻ പ്രാപിപ്പാനാണോ ഞാൻ വരുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാനാണോ ഞാൻ വരുന്നത്? വ്യത്യാസമുണ്ട് പ്രിയമുള്ളവരെ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണേണ്ടുന്നതിന് ചൂസ് ചെയ്യുക. നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് വളരെ പ്രാധാന്യം. അത് സമ്മതിക്കത്തില്ല പിശാച്. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു? കുരുടാക്കി വെക്കും. അപ്പോൾ മുൻപേ, എന്ത് കാര്യത്തിനു മുൻപേ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ദൈവരാജ്യത്തിനകത്തേക്കോ പുറത്തേക്കോ തള്ളിക്കളയുന്നതാണെന്നുള്ള ബോധ്യം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും. ജീവൻ നിത്യജീവൻ, സമാധാനം ദൈവത്തോട് സമാധാനം. നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് നിന്റെ ചിന്താമണ്ഡലമെങ്കിൽ
നിത്യജീവനെ കുറിച്ചിട്ടുള്ള ഉറപ്പ് ചിന്താമണ്ഡലത്തിനുണ്ടാകും. ആ ചിന്താമണ്ഡലത്തിൽ ദൈവത്തോടുള്ള സമാധാനം എന്ന് പറയുമ്പോൾ ഒന്നാമത് ദൈവത്തോടുള്ള സമാധാനം എന്താ? സമാധാനം. മനുഷ്യർ തന്നെ അന്യോന്യം സമാധാനം ഇല്ലാത്തവരാണെങ്കിൽ സംസാരിക്കുവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് സമാധാനം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമയങ്ങൾ ചെലവഴിക്കാൻ. ദൈവം തന്നിരിക്കുന്ന സമയം, ഈവൻ ഉറക്കത്തിലും നിന്റെ ആത്മാവിന് ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എന്ത് ചെയ്യും? സാധ്യമായി തീരും. കാരണം ആത്മാവിന്റെ ചിന്ത ദൈവത്തോട് എന്ത് പ്രാപിച്ചു? സമാധാനം. ആരാധനയിൽ ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ല. കാരണം എന്താണ്? ആത്മാവിന്റെ ചിന്തയുള്ളവൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. അവൻ ഇറിറ്റേറ്റ് ആവത്തില്ല, അരോചകം ഉണ്ടാകത്തില്ല, അലസത ഉണ്ടാകത്തില്ല, ഉദാസീനത എന്ത് ചെയ്യത്തില്ല, വരത്തില്ല, ക്ഷീണം ഉണ്ടാകത്തില്ല. കാരണം അവന്റെ ചിന്താമണ്ഡലത്തിൽ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് സമാധാന ബന്ധം പുലർത്തിയത് കൊണ്ട് അവന് ദൈവത്തോട് നിരന്തരമായ ബന്ധം, പ്രാർത്ഥനാ ബന്ധം, ആരാധനാ ബന്ധം, കമ്മ്യൂണിക്കേഷൻ, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്നു. ദൈവത്തോട് ഒരു ശിശുവിനെ പോലെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവന്റെ ആത്മമണ്ഡലത്തിൽ എന്ത് പ്രാപിച്ചിരിക്കുന്നു? ജീവൻ. അത് അവൻ എന്ത് ഉറപ്പാണ് നൽകുന്നത്? ജീവപുസ്തകത്തിൽ അവന്റെ പേരെന്തിയിരിക്കുന്നു? എഴുതിയിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിന് മുൻപ് ആ ചിന്തകളാണ് എന്നെ ദൈവരാജ്യത്തിന് അകത്തേക്കോ പുറത്തേക്കോ എന്ത് ചെയ്യുന്നത്? കൊണ്ടെത്തിക്കുന്നത്. ഹല്ലേലൂയ. വാക്കുകൾ ദൈവരാജ്യത്തിന് അകത്തേക്കോ പുറത്തേക്കോ എന്നെ എന്ത് ചെയ്യുന്നതാണ്? ദൈവരാജ്യത്തിന് അകത്തേക്ക് എടുക്കുന്നതോ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്ത് തള്ളിക്കളയുന്നതോ ആണ് എന്റെ വാക്കുകൾ. അതുകൊണ്ടാണ് സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. കോപിച്ചാൽ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. ദൈവത്തെ ഭയപ്പെടുക. മൂന്നാമത്തെ കാര്യം എന്താണ്? പ്രവർത്തികൾ. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്നെ ദൈവരാജ്യത്തിനകത്തേക്കോ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തേക്കോ എന്ത് ചെയ്യും? തള്ളിക്കളയുന്നതാണ്. ദൈവരാജ്യത്തിനകത്തേക്ക് എടുക്കുന്നതോ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളയുന്നതോ ആകാം എന്റെ പ്രവർത്തി. കർത്താവേ, രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, വചനം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കഴുകണമേ, ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ എന്ത് ചെയ്യണമേ? മറയ്ക്കണമേ. എന്റെ അധരദ്വാരത്തിൽ ഒരു കാവൽ നീ ഏർപ്പാട് ചെയ്യണമെന്ന് ദാവീദ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? കരഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. എന്റെ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ എന്ത് ചെയ്യണമേ? പകരണമേ. മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനെ നീ എനിക്ക് എന്ത് ചെയ്യണമേ? തരണമേ. ജീവന്റെ മാർഗത്തിൽ നടക്കുവാൻ എന്റെ കാലുകളെ നീ എന്ത് ചെയ്യണമേ? ബലപ്പെടുത്തണമേ. നിന്റെ കണ്ണുകൾ എനിക്ക് എന്ത് ചെയ്യണമേ? ആലോചന പറഞ്ഞു തരണം. ദൃഷ്ടി വെച്ച ആലോചന എന്ത് ചെയ്യണമേ? പറഞ്ഞു തരണം. ദൈവസന്നിധിയിൽ താഴ്മയുള്ളവർക്കോ ദൈവം തന്റെ വഴി വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവസന്നിധിയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതങ്ങൾ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നിത്യതയിൽ നമ്മൾ കാണപ്പെടുവാൻ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റുപറയണം. എന്റെ കർത്താവാണ് എന്റെ യേശു. കാരണം എന്താണ്? ജീവന്റെ അനുഗ്രഹം ദൈവം മനുഷ്യന് കൊടുക്കുന്നത് ന്യായപ്രമാണത്തിലൂടെ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഏദൻ തോട്ടത്തിൽ കൊടുത്തത് എങ്ങനെയായിരുന്നു? ജീവവൃക്ഷവും അറിവിന്റെ വൃക്ഷവും. മനുഷ്യൻ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അവൻ എന്ത് ചെയ്തു? ഉൾക്കൊണ്ടു. അവൻ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് എന്ത് ചെയ്തു? അന്യപ്പെട്ടു. ആ മനുഷ്യനെ വീണ്ടും നേടിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം ന്യായപ്രമാണത്തെ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ആ ന്യായപ്രമാണത്തിൽ ദൈവം കൊടുക്കുന്ന രണ്ട് വശങ്ങൾ. ഒന്ന്, ഇതനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, അതനുസരിക്കാത്തവൻ അതിനാൽ മരിക്കും. ന്യായപ്രമാണം മനുഷ്യന് കൊടുക്കുമ്പോൾ ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? വയ്ക്കുന്നു. മറ്റൊരു കാര്യങ്ങളുമല്ല, ജീവനും മരണവുമാണ് ന്യായപ്രമാണത്തിലും ഏദൻ തോട്ടത്തിലും ജീവനും മരണവുമാണ്. യേശുക്രിസ്തുവിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതോ, വിശ്വസിക്കുന്നവൻ യേശുക്രിസ്തു മുഖാന്തരം എന്ത് ചെയ്യും? ജീവിക്കും. അവനിൽ വിശ്വസിക്കാത്തവൻ മരിക്കും. രണ്ടാം മരണത്തിന്റെ കാര്യമാണ്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. അപ്പോൾ ന്യായപ്രമാണത്തെ മനുഷ്യൻ അനുസരിക്കാൻ കഴിയാതെ വന്നപ്പോൾ മനുഷ്യന്റെ വീണ്ടെടുപ്പ് മനുഷ്യന് സ്വയമായിട്ട് നേടിയെടുക്കാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന് എന്ത് ചെയ്തു? മനസ്സിലായപ്പോൾ ദൈവം തന്നെ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരായി നമ്മെപ്പോലെ ഒരു ശരീരത്തിൽ കർത്താവ് എന്ത് ചെയ്തു? വെളിപ്പെട്ട് വന്നിട്ട് ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവൻ ന്യായപ്രമാണത്തിന്റെ മകളിൽ നിത്യജീവൻ എന്ത് ചെയ്തു? പ്രാപിച്ചു. ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവൻ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചത് കൊണ്ട്
അവൻ ന്യായപ്രമാണത്തിന്റെ മകളിൽ ജീവനിൽ, നിത്യജീവനിൽ എന്ത് ചെയ്തു? ആ ശരീരം പുനരുദ്ധാനം പ്രാപിച്ചു. Glory to God. ആ കർത്താവിനെ ഞാൻ കാണുമ്പോൾ എന്റെ ആത്മാവിന്റെ കർത്താവ് ആരാക്കി ഞാൻ ഏറ്റെടുത്തു. യേശുവിനെ കർത്താവെന്ന് ഞാൻ എന്ത് ചെയ്തു? എന്റെ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു. എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിന്റെ അനുഗ്രഹമായ നിത്യജീവൻ എനിക്ക് ലഭിക്കേണ്ടുന്നതിന് എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ജയമെടുക്കാൻ കഴിയത്തില്ലെന്ന് ബോധ്യമായപ്പോൾ അതിനെ പൂർണ്ണമായി അനുസരിച്ച യേശുവിനെ ഞാൻ എന്ത് ചെയ്തു? എന്റെ കർത്താവാക്കി വച്ചു. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? ജീവിക്കും എന്നുള്ള ആ പുനരുദ്ധാനം, എന്റെ പുനരുദ്ധാനം ഞാൻ ആരിൽ കണ്ടു? ക്രിസ്തുവിൽ കണ്ടു. ദൈവത്തിന്റെ സഭയാണെങ്കിൽ ദൈവത്തിന്റെ സഭയിൽ സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ആത്മാവ് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ എന്ത് ചെയ്യട്ടെ? കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കാകെ ചെവിയില്ലയോ? എന്ത് ചെവിയാണ്? പരിശുദ്ധാത്മാവ് ലഭിച്ചവന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കാൻ എന്ത് ചെയ്യത്തുള്ളൂ? പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണമുള്ള അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ ദൈവം എന്ത് ചെയ്യണം? തരണം. എന്നാൽ മാത്രമേ എന്റെ ചെവി എന്ത് ചെയ്യത്തുള്ളൂ? തുറക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റവും അലർട്ടായിട്ട് ഇരിക്കാനുള്ളത് ചെവികളാണ്. ഇന്ന് ലോക മനുഷ്യന് അവൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വായ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവന് ദൈവത്തിന്റെ വചനം കേൾക്കാൻ അവന്റെ ചെവി എന്ത് ചെയ്തില്ല? അവൻ വിട്ടുകൊടുക്കത്തില്ല. ഭൗമികമായ കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൾ കൊണ്ടോ വായ് കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ്വദിക്കാൻ കഴിയും. എന്നാൽ സ്വർഗീയമായ കാര്യം ഭൗമികമായ കണ്ണുകൊണ്ടോ ഭൗമികമായ വായ് കൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല? അനുഭവിക്കാൻ, ആസ്വദിക്കാൻ കഴിയത്തില്ല. അതിനുള്ള മാർഗം ചെവിയാണ്. ചെവി ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ വിട്ടുകൊടുത്താൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വെളിപ്പെടും. അങ്ങനെ വചനത്താൽ വെളിപ്പെട്ടു വരുമ്പോൾ നിനക്ക് യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ കഴിയും. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ എന്റെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ അവന്റെ പേര് നിത്യതയിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ ആ തുടിപ്പുകൾ കൊണ്ട്, ആ ശബ്ദം കൊണ്ട്, ആ കമ്മ്യൂണിക്കേഷൻ നിമിത്തം, ആത്മാവിന്റെ ഇടപെടൽ നിമിത്തം ഹൃദയം കൊണ്ട് നിനക്ക് വിശ്വസിക്കാൻ കഴിയും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. ആ വിശ്വാസം നിനക്ക് എന്ത് ലഭിക്കുന്നു? നീതീകരണം. അപ്പൊ രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും നീതീകരണത്തിന് വേണ്ടി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്തിരിക്കുന്നു? ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയാണ്. ജീവപുസ്തകത്തിലേക്ക് നിന്റെ പേരും എന്ത് ചെയ്യുന്നു? എഴുതി ചേർക്കപ്പെടുന്നു. എന്നാൽ അത് മാത്രം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? അവസാനിക്കുന്നില്ല. ദൈവം നമുക്ക് നൽകുന്ന എഴുതപ്പെട്ട വചനവും വചനത്തിന്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവും ഒരുപോലെ നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിന്താമണ്ഡലത്തിലും വാക്കുകളിലും പ്രവർത്തികളിലും ആ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. ചിലരുടെ ചോദ്യമാണ്, ദൈവസന്നിധിയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നവർ ആ പേരിൽ നിന്ന് അല്ലെങ്കിൽ ജീവപുസ്തകത്തിൽ നിന്ന് ആ പേര് മായ്ഞ്ഞു പോകുമോ? അതൊരു വലിയ ചോദ്യമാണ്. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഓടിച്ചൊന്ന് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 18-ാമത്തെ 19-ാമത്തെ വാക്യം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകൾ ദൈവം അവന് വരുത്തും. ഈ പുസ്തകത്തിൽ ആരെങ്കിലും, ആര് തന്നെ ആയിക്കോട്ടെ, ആരെങ്കിലും ഈ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം, ഒത്തിരി സ്ഥലങ്ങളിൽ ദൈവവചനത്തിനകത്ത് ഇല്ലാത്ത കാര്യം പറഞ്ഞാലാണ് ആൾക്കാർക്ക് എന്തുണ്ടാകുന്നത്? സന്തോഷവും പ്രത്യേകിച്ച് ഒരു ആത്മപകർച്ച എവിടെ എന്ത് ചെയ്യും? ഉണ്ടാവും. അന്ത്യകാലത്തിൽ സത്യവചനത്തെ കേൾക്കാതെ വരുന്ന ഒരു കാലം ഉണ്ടാവും. രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ എന്ത് സംഭവിക്കും? ഭോഷ്കിന്റെ ആത്മപകർച്ച ഉണ്ടാവും. അപ്പോൾ രക്ഷിക്കപ്പെടുവാനുള്ള സത്യവചനമാണ് ദൈവമക്കൾ എന്ത് ചെയ്യേണ്ടത്? കേൾക്കേണ്ടത്. അപ്പോൾ വചനത്തോടുകൂടി അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടുമെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടിച്ചേർക്കാൻ പാടില്ല. ദൈവവചനം വ്യക്തമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? പറയുന്നുണ്ട്. 19-ാം വാക്യത്തിൽ ഈ പ്രവചന പുസ്തക വചനത്തിൽ നിന്ന്
ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. ചില കാര്യങ്ങൾ അതിന്റെ ഗൗരവം എന്ത് ചെയ്യത്തില്ല, പഠിപ്പിച്ചു കൊടുക്കത്തില്ല. കാര്യം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജനം എന്ത് ചെയ്യും, എണ്ണം കുറയും. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അധികമായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. ഇത് മാത്രം പോരാ, കുറച്ച് പ്രോസ്പെറിറ്റി കൂടെ എന്ത് ചെയ്യണം, പ്രസംഗിക്കണം. എന്നാലേ അവരെന്ത് ചെയ്യത്തുള്ളൂ, നിക്കത്തുള്ളൂ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഉപദേശങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, നിക്കത്തുള്ളൂ. വചനം വ്യക്തമായിട്ട് പറയുന്നു, ജീവപുസ്തകത്തിൽ നിന്ന് നിന്റെ പേരെന്ത് ചെയ്യും, മായ്ച്ചുകൾ. അപ്പൊ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ഞ്ഞു പോകുമോ? പോകും. ഹല്ലേലൂയ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. ദൈവത്തിന്റെ വചനം അത് വ്യക്തമായിട്ട് പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ അവര് പറയാണ്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ആത്മാവും നിങ്ങളും തമ്മിൽ പരിശുദ്ധാത്മാവിനാലുള്ളൊരു ബന്ധം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്ത് ചെയ്യാത്തത്, അറിയാത്തത്. പക്ഷെ കർത്താവിന് അവരെ അറിയാം. എങ്ങനെ അറിയാം? അധർമ്മം പ്രവർത്തിക്കുന്നവരായിട്ട് അറിയാം. അപ്പോൾ ഈ പുസ്തകത്തോട് കൂട്ടിയാലോ ഈ പുസ്തകത്തോട് കുറച്ചാലോ ജീവപുസ്തകത്തിൽ നിന്ന് പേരെന്ത് ചെയ്യും, മായ്ച്ചു കളയും. അധർമ്മം പ്രവർത്തിക്കുന്നവര് എന്നെ വിട്ട് പോകുവിൻ. എങ്ങോട്ട് പോകും? വേറെ ഒരിടവും ഇല്ല. എവിടെയാണ് പിന്നെ പോകാനുള്ള ഇടം? നിത്യമായ നരകം. ദൈവത്തെ ഭയപ്പെടുക. അതുകൊണ്ടാണ് ആ പുസ്തകം, വെളിപ്പാട് പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. എന്ത് വ്യക്തമായിട്ട് പറയുന്നു? ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവൻ, വചനത്തെ വായിച്ച് കേൾപ്പിക്കുന്നവൻ, വചനത്തെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഉണർവോടെ ആ വചനത്തെ കേൾക്കുന്നവർ. 3-ാമത്തെ കാര്യം, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ. ഇന്ന് ദൈവത്തിന്റെ ജനം ഓർക്കണം, വചനത്തോട് കൂട്ടാൻ പാടില്ല എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. വചനത്തിൽ നിന്ന് നീക്കിക്കളയാൻ പാടില്ല എന്ന്, കുറയ്ക്കാൻ പാടില്ല എന്ന് ദൈവവചനം എന്ത് ചെയ്യുന്നു, വളരെ വ്യക്തമായി തരുന്നു. ജീവവൃക്ഷത്തിലുള്ള അംശത്തെ ദൈവം എന്ത് ചെയ്യും, നീക്കിക്കളയും എന്നുള്ള വാണിംഗ് ദൈവം എന്ത് ചെയ്യുന്നു, നൽകിക്കൊണ്ട് ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളെ വായിക്കുന്നവനും വായിക്കുമ്പോൾ അത് കേൾക്കാൻ താല്പര്യപ്പെടുന്നവനും വചനത്തെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരും ആയിട്ടുള്ള ദൈവത്തിന്റെ മക്കൾ, ആത്മാവ് ആ സഭകളോട് സംസാരിക്കുന്ന എന്തെന്ന് പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ കേൾക്കട്ടെ, അതനുസരിക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കും. മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന വെളിപ്പാട്. മറഞ്ഞിരിക്കുന്ന വെളിപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന് താല്പര്യപ്പെടുന്ന ദൈവത്തിന്റെ മക്കളിലേക്ക് ദൈവം എന്ത് ചെയ്യും, പകർന്നു നൽകും. നിത്യജീവൻ നിങ്ങൾ ബലാത്കാരം ചെയ്യുവിൻ, ദൈവരാജ്യം നിങ്ങൾ എന്ത് ചെയ്യുവിൻ, ബലാത്കാരം ചെയ്യുവിൻ. ഭൂമിയിലെ പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും അംഗീകാരവും എല്ലാം തന്നെ ഒരു നാളിൽ എന്ത് ചെയ്യും, ഒഴിഞ്ഞു പോകും. ലോകം അതിന്റെ മോഹം എന്ത് ചെയ്യും, ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. Glory to God. അപ്പോൾ പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. ദൈവവചനത്തെ കൂട്ടിച്ചേർക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല. ദൈവവചനത്തിൽ നിന്ന് കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല. ഈ വചനം എന്ത് ചെയ്യണം, വായിച്ച് കേൾക്കണം. അതിൽ അങ്ങനെ ഉള്ളത് തന്നെ എന്ത് ചെയ്യണം, അത് കേൾക്കണം. ഹല്ലേലൂയ. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, പ്രസംഗിക്കപ്പെടണം. മാത്രമല്ല വചനം അനുസരിക്കാനുള്ള താല്പര്യം എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഹല്ലേലൂയ. വചനപ്രകാരം ജീവിതത്തെ എന്ത് ചെയ്യണം, ക്രമപ്പെടുത്തണം.
ജീവിതത്തിനൊത്തവണ്ണം വചനത്തെ എന്ത് ചെയ്യാൻ പാടില്ല? വളച്ചൊടിക്കാൻ പാടില്ല. എത്ര കാഠിന്യമേറിയ യാത്രയിലൂടെയാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടതെങ്കിലും വചനപ്രകാരം ജീവിതത്തെ എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. ഹല്ലേലൂയ. മുൻപേ അവന്റെ രാജ്യം, ആ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം വചനപ്രകാരം ജീവിതത്തെ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. അതിനുള്ള ഒരു സമയമാണ് ദൈവം ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? തന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 6 ദിവസവും ദൈവവുമായിട്ടുള്ള ബന്ധവുമില്ലാതെ കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചിട്ട് 7-ാമത്തെ ദിവസം ദൈവത്തെ ആരാധിക്കുമ്പോൾ, 6 ദിവസം ദൈവാത്മാവുമായിട്ട് ബന്ധമില്ലെങ്കിൽ 7-ാമത്തെ ദിവസം ദൈവത്തിന്റെ ആത്മാവിന്റെ വചനവുമായിട്ട് ആ വ്യക്തിക്ക് ബന്ധം പ്രത്യേകിച്ച് ആ സമയം മാത്രം പുലർത്താൻ പറ്റുമോ? തോന്നുന്നുണ്ടോ? ഇല്ല. 6 ദിവസത്തെ ഒരുക്കമാണ് 7-ാമത്തെ ദിവസത്തെ ആരാധന. 6 ദിവസത്തെ ഒരുക്കമാണ് 7-ാമത്തെ ദിവസത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണുള്ള ചെവിയുടെ ആ ശുദ്ധീകരണം എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഒരുക്കപ്പെടാതെ ദൈവവചനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കേൾക്കാനോ ഉൾക്കൊള്ളാനോ എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല. ദൈവത്തെ ഭയപ്പെടുക. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ 32-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അതിന് 32-33 വാക്യത്തിൽ, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. മോശ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവർ അഹരോനെ വച്ചും കൊണ്ട് അവർക്ക് മുൻപിൽ അവർ തന്നെ ഒരു കാളക്കുട്ടി എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കിക്കൊണ്ട് ആരാധിച്ച് ദൈവത്തോട് എന്ത് ചെയ്തു? പാപം ചെയ്തപ്പോൾ ദൈവം ആ ജനത്തെ കൈവിടും എന്നുള്ള ഒരു സിറ്റുവേഷൻ മോശ തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ മോശ കേണപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. അവർ ചെയ്ത പാപം എന്താണ്? വിഗ്രഹത്തെ ആരാധിച്ചു. ആ പാപം നിമിത്തം ഉണ്ടാകുന്ന ശിക്ഷാവിധി എന്താണെന്നുള്ള കാര്യം മോശയ്ക്ക് ബോധ്യമായിട്ട് മോശ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണം. ഈ ജനത്തോടുള്ള പാപം നീ ക്ഷമിച്ചു കൊടുക്കണം. അല്ലാത്ത പക്ഷം എന്റെ പേര് നിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യണം? എന്തോ ഒരു ഭക്തനല്ലേ, തന്നോട് കൂടെ ഉള്ള ജനത്തെ കുറിച്ചിട്ടുള്ള കരുതൽ കണ്ടോ? എന്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ പേരും എന്ത് ചെയ്യണം? കാണപ്പെടണം. അവരുടെ പാപം നീ എന്ത് ചെയ്യണം? ക്ഷമിച്ചു കൊടുക്കണം. ക്ഷമിക്കാഞ്ഞാൽ നിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് എന്റെ പേര് എന്ത് ചെയ്യണം? മായ്ച്ചു കളയണം. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അപ്പോൾ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയപ്പെടുമോ? എന്ത് നിമിത്തമാണ്? വിഗ്രഹ നിമിത്തം. അപ്പോൾ പുതിയ നിയമസഭ ഒരുപക്ഷെ വാദിക്കും, പുതിയ നിയമസഭയിലായിരിക്കുന്ന ഞങ്ങൾ വിഗ്രഹത്തെ എന്ത് ചെയ്യുന്നില്ല? ആരാധിക്കുന്നില്ലല്ലോ. ഇവിടെ പാപം എന്നുള്ള കാര്യത്തെ കുറിച്ചുകൂടെ പറയുമ്പോൾ അത് വ്യക്തമായിട്ട് ആവർത്തന പുസ്തകം 9-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവർ ഉണ്ടാക്കിയ കാളക്കുട്ടി അവർക്ക് പാപമായി തീർന്നു. ഇവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ കാര്യത്തെ കുറിച്ചുകൂടെ വായിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഈ കാളക്കുട്ടിയെ ആരാണ് ഉണ്ടാക്കിയത്? അഹരോനാണ്. അഹരോൻ എന്തിനു വേണ്ടി നിയമിക്കപ്പെട്ട ആളായിരുന്നു? പൗരോഹിത്യം കൊടുത്ത ആളാണ്. ജനമെല്ലാം മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിച്ചപ്പോൾ ജനമെല്ലാം അഹരോനോട് തിരിഞ്ഞിട്ട്, ഞങ്ങൾക്ക് മുമ്പായി നടക്കുവാൻ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കേണ്ടുന്നതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ എന്ത് ചെയ്യണം? ഉണ്ടാക്കി തരണമെന്ന് ജനം എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. ഇവർക്ക് മുമ്പിൽ യാത്ര ചെയ്യാൻ കാഴ്ചയാലുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? വേണം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണത്തക്ക രീതിയിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? വേണം. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അഹരോൻ പറഞ്ഞ എന്താണ്? നിങ്ങൾ കാതുകളിലെ കുണുക്കുകളും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? സ്വർണത്തിലുള്ളവരെ എന്ത് ചെയ്യും? കൊണ്ടുവരുമെന്നും. അങ്ങനെ ഒരു അച്ഛൻ എന്ത് ചെയ്തോ? ഉണ്ടാക്കി അതിലെന്ത് ചെയ്യുന്നു? ഒരു കാളക്കുട്ടിയെ വാർത്ത് ഉണ്ടാക്കുകയാണ്. എന്നാൽ മോശ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ താഴ്വാരത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കുമ്പോൾ ദൈവം അതെന്ത് ചെയ്തു? കണ്ടിട്ട് മോശയോട് പറയാണ്, ഈ ജനം എന്ത് ചെയ്യാണ്? താഴെ നീ കാണുന്നില്ല, പക്ഷെ ഞാൻ കാണുന്നു. അവർ എന്ത് ചെയ്തിരിക്കുന്നു? പാപം ചെയ്യുന്നു, കാളക്കുട്ടി ഉണ്ടാക്കിയിരിക്കും. അപ്പൊ മോശ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ
അഹരോനോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ അഹരോൻ പറഞ്ഞ എന്താണ്? പച്ച കള്ളമാണ് അഹരോൻ എന്ത് ചെയ്തത്? പറഞ്ഞത്. ഈ സ്വർണം നമ്മൾ തീക്കാത്തോട്ട് ഇട്ടപ്പോൾ ഒരു കാളക്കുട്ടി പുറപ്പെട്ടു വന്നു. പച്ച കള്ളം എന്ത് ചെയ്തു? പറഞ്ഞു. ഞങ്ങൾ ആരാധിച്ചത് ആരെയാണ്? യഹോവയായ ദൈവം. നാളെ യഹോവയ്ക്ക് ഉത്സവം. ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾ അറിയാതെ അവിടെ ഒരു ആത്മപകർച്ച എന്ത് ചെയ്തു? ഉണ്ടായി. ആ ആത്മപകർച്ച ആൾക്കാരുടെ തലയിൽ എന്തായി മാറി? വിഗ്രഹമായി മാറി. ഈ കാളക്കുട്ടി എടുത്ത് തലയിൽ വെച്ചുകൊണ്ടാണ് പുതിയ നിയമസഭയിലെ പല വിശ്വാസികളും എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. ആരാധിക്കുമ്പോൾ വിഗ്രഹമാണോ തലയിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടുനിന്നത് ആരാണ്? അഹരോൻ. അവസാനം അഹരോൻ കൈമലർത്തുകയാണ്. ഞാനായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഭാഷ വരുത്തിയിട്ടില്ല, ഒരച്ചും ഉണ്ടാക്കിയിട്ടില്ല, കാളക്കുട്ടി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. ഇതിനെ തീക്കകത്തോട്ട് ഇട്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ തീയാണ് എന്ത് ചെയ്തത്? അപ്പൊ കത്തുന്ന തീ ഏതാണെന്ന് എന്ത് ചെയ്യണം? വിവേചിക്കാനുള്ള ആത്മതലം ശുശ്രൂഷിക്കുന്നവർക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആരാധന തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് കാളക്കുട്ടി എന്ത് ചെയ്യും? തലയിൽ കയറും. ദൈവം അവരെ കൈവിട്ടു. ആകാശത്തിലെ സൈന്യം അവരെ തകർത്ത് കളഞ്ഞു. ആരാധനകൾ സൂക്ഷിക്കുക. അപ്പോൾ അതാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്ന അവർ ഉണ്ടാക്കിയ കാളക്കുട്ടി അവർക്ക് എന്ത് ചെയ്തു? പാപമായി തീർന്നു. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ 14-ാമത്തെ അധ്യായം 3-ാം വാക്യം വരുമ്പോൾ, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? യെഹെസ്കേലിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. യെഹെസ്കേലേ, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ അകൃത്യഹേതു, എന്താണ് അകൃത്യഹേതു? വിഗ്രഹം എന്നുള്ള അകൃത്യഹേതു ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അതിനെ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഞാൻ കേൾക്കുമോ? വിഗ്രഹത്തെ ഉള്ളത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പുതിയ നിയമസഭ പറയുന്ന എന്താണ്? ഞങ്ങൾ ഒരു കാളക്കുട്ടി എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണണമെന്നും നിത്യതയിൽ കാണണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവപുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ എന്ത് ചെയ്യണം? സ്വരൂപിച്ചു കൊള്ളണം. കൊലോഷ്യൻസ് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. എന്തോ ഒരു അപകടകരമായ കാര്യമാണ് അത്യാഗ്രഹം എന്നുള്ള കാര്യം. അത്യാഗ്രഹത്തെ പുതിയ നിയമസഭയിൽ എന്തുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? വിഗ്രഹാരാധന. അത്യാഗ്രഹം. ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാവും. അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാവും. ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാവും. അതിന് കഴിഞ്ഞിട്ടുള്ളതാണ് എന്ത്? ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾക്ക് മുകളിലാണ് എന്ത്? അത്യാഗ്രഹം. അതിന്റെ മുകളിലാണ് മോഹങ്ങൾ എന്ത് ഉണ്ടാകുന്നത്. അതിന്റെയും മോഹങ്ങൾ, അതിന്റെയും അപ്പുറത്താണ് എന്താണ്? ആർത്തി, അത്യാർത്തി എന്നുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നു. ഇവിടെ ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എന്തായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? വിഗ്രഹം. ദൈവത്തിന്റെ വചനം കേട്ട് നിത്യതയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഉപദേശം കേൾക്കാൻ ഞാൻ വരുന്നു, സത്യം അന്വേഷിച്ചാണ് ഞാൻ ഈ സഭയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നതെന്ന് ആരെങ്കിലും പറയുമോ? ദൈവത്തിന്റെ ഉപദേശ സത്യങ്ങൾ എന്താണെന്ന് അറിയാൻ ഞാൻ വരുന്നു, ആരെങ്കിലും പറയുമോ? ദൈവത്തിന്റെ വഴി എന്താണെന്ന് അറിയാൻ, അവന്റെ കൽപ്പനകൾ എന്താണെന്ന് അറിയാൻ, ജീവന്റെ മാർഗം എന്താണെന്ന് അറിയാൻ ഞാൻ എന്ത് ചെയ്യുന്നു? വരുന്നു. പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുവാൻ ഞാൻ എന്ത് ചെയ്യുന്നു? വരുന്നു. ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത്. അവര് വരുന്നത് എന്താണ്? അവർക്ക് അപ്പോൾ നേരിടുന്ന വിഷയത്തിന് പരിഹാരം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, കീഴടങ്ങും, അതിലല്ല. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ കാണപ്പെടുവാൻ ആ ജീവപുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്ന എന്താണ്? അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യും? മായ്ച്ചു കളയും. ഇപ്പൊ മായ്ച്ചു കളയുമോ? ഈ പുസ്തകത്തോട് കൂട്ടിയാൽ മായ്ച്ചു കളയുമോ? ഈ പുസ്തകത്തിൽ നിന്ന് കുറച്ചാൽ മായ്ച്ചു കളയുമോ? ഈ പുസ്തകം വായിക്കാതിരുന്നാൽ മായ്ച്ചു കളയുമോ? വായിക്കുന്നത് കേൾക്കാതിരുന്നാൽ മായ്ച്ചു കളയുമോ? അത് കേൾക്കുന്നവർ അനുസരിക്കാതിരുന്നാൽ മായ്ച്ചു കളയുമോ? നാം ഭയപ്പെടുക. എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിന്നും നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുന്നത്? ഈ ലോകം ഒഴിഞ്ഞു പോകും. ഈ ലോകത്തിലെ പേരും പ്രശസ്തി, സ്ഥാനവും മാനവും അംഗീകാരവും പുകഴ്ചയെല്ലാം ഒഴിഞ്ഞു പോകും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിയിടും.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായി നാം തേജസ്സിൽ എടുക്കപ്പെടും. പുനരുദ്ധാനം പ്രാപിക്കാനുള്ള അഭിഷേകം ദൈവമക്കൾ പ്രാപിക്കണം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് അവനിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ജീവിച്ചിരിക്കുമ്പോൾ അത് നമുക്ക് അനുഭവിക്കാൻ എന്ത് ചെയ്യും? കഴിയും. വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാൻ കഴിയും. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ അനുഭവിക്കുകയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയുക എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അതാണ് എന്റെ ലക്ഷ്യം. അവന്റെ കഷ്ടാനുഭവങ്ങളും എനിക്ക് എന്ത് ചെയ്യണം? അറിയണം. മാത്രമല്ല പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും എനിക്ക് എന്ത് ചെയ്യാനുണ്ട്? അറിയാനുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത്. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി കർത്താവിന്റെ വരവിൽ ഇന്നേക്ക് 2000 വർഷത്തിന് മുൻപ് ഈ ഭൂമിയിൽ മറവ് ചെയ്തപ്പെട്ടിരിക്കുന്ന വിശുദ്ധനായ പൗലോസിന്റെ ശരീരം അന്ന് ജീവിച്ചിരുന്നപ്പോൾ ഓടിയത് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് എന്ത് ചെയ്യാനുണ്ട്? അറിയാനുണ്ട് എന്നുള്ള വാഞ്ചയിൽ ഓടിയ ആ ശരീരം കർത്താവിന്റെ വരവിൽ 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ ദ്രവിച്ചു പോയി മാറ്റപ്പെട്ട ആ ശരീരം എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കും. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? വിശ്വസിച്ച് നിങ്ങളും അത് പ്രാപിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുവിൻ? ഓടുവിൻ. സംഭവിക്കുമോ? സംഭവിക്കും. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അത് സംഭവിക്കും. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് സംഭവിക്കും. അവന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനെയും കർത്താവിന്റെയും പുനരുദ്ധാനത്തിൽ കൊണ്ടുവരും. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോഴോ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? നിത്യനാശത്തിലേക്ക് പോകേണ്ടുന്നതിനും എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കും. അതുകൊണ്ടാണ് വചനത്തിൽ വ്യക്തമായി പറയുന്നത്, 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. 2-ാം മരണം അവനെ എന്ത് ചെയ്യത്തില്ല? തൊടുകയില്ല. എന്തോ ഒരു പ്രൊട്ടക്ഷനാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടുന്ന ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ കൊലോഷ്യസ് 3:5 വിഗ്രഹാരാധനയ അത്യാഗ്രഹത്തെ കുറിച്ച് പറയുന്നു. എബ്രായർ ലേഖനം 13-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ നടപ്പ്, എല്ലാവരുടെയും നടപ്പെന്നല്ല, ദൈവമക്കളുടെ നടപ്പ്, കർത്താവിന്റെ വേല ചെയ്യുന്നവരുടെ നടപ്പ്, ശിഷ്യന്മാരുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ എന്നാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും അവർക്ക് എന്ത് വേണം? ദ്രവ്യം വേണം. എന്ത് ചെയ്താലും അവർക്ക് എന്ത് വേണം? അവരുടെ ലക്ഷ്യം എന്താണ്? പണം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്തോളും? സംശയമുണ്ടോ? കരുതത്തില്ലയോ? തരത്തില്ലയോ? നമ്മൾ മോഹിച്ചിട്ടും ആഗ്രഹിച്ചിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? അത്യാഗ്രഹം ഉണ്ടായിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? അല്ലെങ്കിൽ പിടിച്ചു വാങ്ങിച്ചിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? ദൈവം തരുന്നു. നിങ്ങളുടെ നടപ്പിൽ മറ്റുള്ളവർക്ക് ഗുണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുവേ? നടക്കുവേ. നിങ്ങൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഗുണം എന്ത് ചെയ്യുവേ? ചെയ്യുവേൻ. നിങ്ങൾ ദരിദ്രന് വായ്പ കൊടുത്താൽ അത് ആർക്ക് വായ്പ കൊടുക്കുന്നു? ദൈവത്തിന്. ദരിദ്രർക്ക് നിങ്ങൾ എന്ത് ചെയ്യുവേൻ? കാര്യങ്ങൾ ചെയ്യുവേൻ. അവർക്ക് നന്മ എന്ത് ചെയ്യുവേൻ? ചെയ്യുവേൻ. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. അതാണ് അതിന്റെ പ്രമാണം. കൊടുപ്പിൻ. ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തോളും? കിട്ടും. ഹല്ലേലൂയ. നിങ്ങളുടെ കൈ കൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിപ്പിൻ. എന്തിനു വേണ്ടി? ഇല്ലാത്തവർക്ക് കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ നിമിത്തം കൊടുക്കാൻ. ഈ ലോകത്തിൽ ദൈവം നമുക്കൊരു ആയുസ് തരുമ്പോൾ ഞാൻ എന്റെ കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വാരി തിന്നു വയറ് നിറച്ചു, ഞാൻ മരിച്ചു പോണു. പ്രിയമുള്ളവരെ, ദൈവം വചനത്തിൽ നിങ്ങൾ കൈ കൊണ്ട് അധ്വാനിച്ച് പ്രവർത്തിച്ച് ഇല്ലാത്തവർക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൊടുക്കണം എന്നാണ്. അപ്പോൾ നിങ്ങളുടെ നടപ്പ് മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആവണം. സ്വന്തമായ ദ്രവ്യാഗ്രഹത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാകരുത് ഈ ലോകത്തിലെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ നടപ്പ്. ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുവിൻ? തൃപ്തിപ്പെടുവിൻ. ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? തൃപ്തിപ്പെടുവിൻ. തൃപ്തി വളരെ പ്രധാനമാണ്. തൃപ്തിയോടുകൂടിയ ഭക്തി വലുതായ ആദായം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകലത്തിലും നിങ്ങൾ എന്ത് ചെയ്യുവിൻ? തൃപ്തിയുള്ളവരായിരിക്കുവിൻ, പ്രത്യാശയുള്ളവരായിരിക്കും. കാരണം എന്താ? ഞാൻ നിന്നെ ഒരു നാൾ എന്ത് ചെയ്യത്തില്ല? കൈവിടുകയില്ല. ഞാൻ കൈവിടുകയുമില്ല. ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല? ഉപേക്ഷിക്കുകയില്ല. എപ്പോൾ ദൈവം കൈവിടത്തില്ല, എപ്പോൾ ദൈവം ഉപേക്ഷിക്കത്തില്ല. നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതാണെങ്കിൽ ദൈവം എന്ത് ചെയ്യത്തില്ല? കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവം കൈവിടുന്നത് എപ്പോഴാണ്? നടപ്പ് ദ്രവ്യാഗ്രഹം ഉള്ളെങ്കിൽ ദൈവം എന്ത് ചെയ്യും? കൈവിടും. വചനമാണ് പറയുന്നത്. അപ്പോൾ
നിങ്ങളുടെ ഹൃദയത്തിൽ വിഗ്രഹത്തെ എന്ത് ചെയ്യണം? എടുത്തു കളയണം. അത്യാഗ്രഹത്തെ എന്ത് ചെയ്യണം? എടുത്തു കളയണം. അപ്പൊ പിന്നെ നമുക്കൊന്നുമില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതിനാണ് ഈ വചനം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതാണെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? കൈവിടാതെ, ഉപേക്ഷിക്കാതെ ഞാൻ എന്ത് ചെയ്തോളും? നിങ്ങളുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിയുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും നടന്നു വരാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. നീ ഞങ്ങൾ എന്ത് ചെയ്തു? നടത്തി എന്നുള്ള കാര്യം തിരിച്ചറിയാൻ കഴിയും. ആ നടത്തിയ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടെങ്കിൽ നാളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നലകളിൽ എന്നെ നടത്തിയ ദൈവത്തെ കുറിച്ച് ഞാൻ അറിയുന്നത് കൊണ്ട് നാളെ ദൈവം നടത്തോ ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് ഭാരമില്ല. കാരണം ഇന്നലകളിൽ ദൈവം എന്നെ എന്ത് ചെയ്തു? നടത്തി കൊണ്ടുവന്നു. അപ്പോൾ വിഗ്രഹത്തെ എന്ത് ചെയ്യണം? എടുത്തു കളഞ്ഞ് നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതാകുമ്പോൾ ദൈവം കൈവിടത്തില്ല, ഉപേക്ഷിക്കുക. എഫേഷ്യൻസ് 5:5 പറയുന്നത് എന്താണ്? വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം. അപ്പോൾ ആദ്യം വായിച്ചത് അത്യാഗ്രഹം വിഗ്രഹമാണ്. ഇവിടെ പറയുന്നതാണ് ദ്രവ്യാഗ്രഹം എന്താണ്? വിഗ്രഹാരാധന. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയും. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. ആരെങ്കിലും ഒരാളെ എന്ത് ചെയ്യാൻ പറ്റൂ? സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഒരാളെയോ സേവിക്കാനും എന്ത് ചെയ്യത്തുള്ളൂ? പറ്റത്തുള്ളൂ. ഇവിടെയാണ് ഇവിടുത്തെ പ്രശ്നം ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. എന്നിട്ട് കർത്താവ് അവിടെ പറയുന്നത്, നിങ്ങൾക്ക്, ആ ഊന്നൽ ശ്രദ്ധിക്കണം, എല്ലാവർക്കും അല്ല, നിങ്ങൾക്ക്, ശിഷ്യന്മാർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക്, ദൈവമക്കൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയത്തില്ല. ജീവനുള്ള ദൈവത്തെയും വിഗ്രഹത്തെയും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആരാധിക്കാൻ കഴിയില്ലെന്ന് സാരം. അപ്പോൾ പേര് മാഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ വ്യക്തമായി ദൈവവചനത്തിലൂടെ ക്രമം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ആ ക്രമത്തിൽ വിഗ്രഹത്തെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം? എടുത്തു കളയണം. നമ്മുടെ ആഗ്രഹം ദൈവത്തോടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് മാത്രം. നമ്മുടെ സ്ഥാനം, നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം ദൈവത്തിന് മാത്രമായിരിക്കണം. ആ ഇടം മാമോൻ എന്ത് ചെയ്യരുത്? ആകരുത്. ജീവവസ്തുത്തിൽ നിന്ന് പേരെന്ത് ചെയ്യും? ദേമാസിനെ കുറിച്ച് തീമത്യോസ് പറയുന്ന ഭാഗമാണ്. തീമത്യോസ് 4-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. സുവിശേഷ വേലയിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷ സത്യവചനങ്ങൾ വിളിച്ചറിയിച്ച ആളാണ്. പൗലോസിനോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവിന്റെ വേല ചെയ്ത ആളാണ്. പക്ഷെ അവൻ സംഭവിച്ച കാര്യം എന്താണ്? ദേമാസ് ആരെ സ്നേഹിച്ചു? ലോകത്തെ. മാമോനെ, ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരുപോലെ സേവിക്കാൻ കഴിയത്തില്ല. ലോകത്തെ സ്നേഹിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? എന്നെ വിട്ടുപോയി, ദൈവത്തെ വിട്ടുപോയി, ദൈവവേല വിട്ടുപോയി, സുവിശേഷ വേല വിട്ടുപോയി, ദൈവസഭ വിട്ടുപോയി. സത്യവചനം പറയുന്ന ദൈവസഭയിൽ കാണത്തില്ല. ലോകസ്നേഹമുള്ളവർ സത്യവചനം പറയുന്ന ദൈവസഭയിൽ എന്ത് ചെയ്തില്ല? കാണത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. പേര് ജീവപുസ്തകത്തിൽ നിന്നും അഴിഞ്ഞു പോകുമോ? എന്നാൽ മറുവശത്തിൽ നമ്മൾ ചിന്തിക്കും, ബഥാനിയയിലെ മറിയെ സംബന്ധിച്ചിടത്തോളം അവൾ വെങ്കൽ ഭരണിയിൽ സൂക്ഷിച്ചിരുന്ന വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലം യേശുവിന്റെ പാദത്തിൽ എന്ത് ചെയ്തു? ഉടച്ചു കളഞ്ഞു. ഒരുവൻ ലോകത്തെ സ്നേഹിച്ച് എന്ത് ചെയ്തു? ദൈവത്തെ വിട്ടുപോകുമ്പോൾ ഈ ലോകത്തിന്റെ മഹിമയും ഈ ലോകത്തിലുള്ള സൗരഭ്യവും എല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അതിനെല്ലാം യേശുവിന്റെ പാദത്തിൽ എന്ത് ചെയ്തു? ഉടച്ചു കളഞ്ഞ് എല്ലാ മഹിമയും അർഹിക്കേണ്ടവന്റെ പാദപീഠത്തിൽ അവളെ തന്നെ എന്ത് ചെയ്തു? സമർപ്പിച്ചുകൊണ്ട് ആ പാദത്തിൽ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. വ്യത്യാസം കണ്ടു. ദേമാസ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ലോകമഹിമയിൽ നിന്ന് യേശുവിന്റെ പാദത്തിലേക്ക് മറിയ എന്ത് ചെയ്യുന്നു? താണിരിക്കുന്നു. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭയെ സംബന്ധിച്ച് നോക്കുമ്പോഴും സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ധനസമാഹാരം ഉണ്ടാകുമ്പോൾ വചനം അത് വ്യക്തമായിട്ട് കാണുന്നു. അവർ ആ ധനസമാഹാരം എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ കാൽ കീഴെ വെച്ചു എന്ന് പറയുമ്പോൾ ധനത്തിന്റെ മുകളിൽ ആത്മീയമായ ഒരു പക്വതയും അധികാരവും അന്നത്തെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തിരുന്നു? പ്രാപിച്ചിരുന്നു. ആ അധികാരം ഇന്നും ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷക്കാർ അതെന്ത് ചെയ്യണം? പ്രാപിച്ചിരിക്കണം. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി സമ്പത്തിന്റെ മേൽ അധികാരമെടുത്തത് കൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ എന്ത് ചെയ്ത് അത് വച്ചത് എന്ന് പറയുന്നത്. എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ അനന്യാസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനും
സഫീറ എന്ന് പേരുള്ള തന്റെ ഭാര്യയും ചേർന്ന് അവരുടെ വസ്തുവകകൾ എന്ത് ചെയ്തു? അവർ വിൽക്കുകയും ദൈവം ആവശ്യപ്പെട്ടില്ല നിങ്ങളെല്ലാം കൊണ്ട് എന്ത് ചെയ്യണം, ദൈവസന്നിധിയിൽ വെക്കണമെന്ന് എന്ത് ചെയ്തിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളും എല്ലാവരെയും പോലെ എന്ത് ചെയ്തു, ഞങ്ങളും സമർപ്പിക്കുന്നു എന്ന് ധാരണ ഉണ്ടാക്കിയിട്ട് രഹസ്യമായിട്ട് അവർ എന്ത് ചെയ്തു, അവർ മാറ്റി വെച്ചിട്ട് വരുമ്പോൾ പത്രോസോടെ ചോദിക്കുന്നത്, നിങ്ങൾ ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട്, അപ്പോൾ തൃത്വത്തിൽ മൂന്നാമൻ എന്ന് നമ്മൾ അറിയുന്ന വചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന പരിശുദ്ധാത്മാവിനെയും അവിടെ എന്തായി തന്നെയാണ് പത്രോസ് പറയുന്നത്, ദൈവത്തെ. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ വ്യാപരിക്കുമ്പോൾ ദൈവസഭയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് ദൈവം. ഗ്ലോറി ടു ഗോഡ്. ആ ദൈവത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്തു, വ്യാജം കാണിച്ചു. കൊണ്ടുവരണമെന്ന് എന്ത് ചെയ്തിട്ടില്ല, ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. നീ വിറ്റപ്പോഴത് ആരുടേതായിരുന്നു? നിന്റേതായിരുന്നു. കൊണ്ടുവരണമെന്ന് ഇവിടെ ആരെങ്കിലും ആവശ്യപ്പെട്ടുവോ? ഇല്ല. പക്ഷെ നീ മറ്റുള്ളവരെന്ത് ചെയ്തു, ധരിപ്പിച്ചു. അവിടെയാണ് പ്രശ്നം. അവൻ അവിടെ വീണെന്ത് ചെയ്തു, പ്രാണനെ വിട്ടു. അപ്പോൾ ഈ ഹൃദയത്തിലെ വിഗ്രഹങ്ങളും ആ വിഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെ ആരാധനകളും ദ്രവ്യവും ദ്രവ്യത്തിന്റെ ആഗ്രഹങ്ങളും ദൈവസഭയിൽ അന്ന് വ്യത്യസ്തമായ രീതികളിൽ പലരിലൂടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചിന്തിച്ചു. ദേമാസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ മനസ്സിലാക്കി. ബഥാനിയയിലെ മറിയയെ കുറിച്ച് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അനന്യാസിനെ സഫീറയെ കുറിച്ച് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ആദ്യ കാലഘട്ടത്തിലെ വിശ്വാസികൾ അവർക്കുള്ള നന്മകളിൽ അവർ ഒത്തൊരുമിച്ചുകൂടി ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ എന്ത് ചെയ്യുന്നു, വയ്ക്കുന്ന കാര്യത്തെ കുറിച്ചും പറയുന്നു. അവിടെ നടന്ന ന്യായവിധി അനന്യാസ സഫീറിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, പറയുന്നു. ഗ്ലോറി ടു ഗോഡ്. വിഗ്രഹാരാധന പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ അന്ന് ഏകദേശം 3000 പേരെന്ത് ചെയ്തു, മരണപ്പെട്ടു പോയി. വേദപുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. സംഖ്യ, അക്ഷരത്തിന്റെ ശുശ്രൂഷ ദൈവത്തിൽ നിന്ന് മനുഷ്യന് കൈമാറ്റപ്പെടുമ്പോൾ അന്ന് 3000 പേർ എന്ത് ചെയ്തു, മരണപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ പകർച്ച 120 പേർ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ 120 പേരോടുകൂടി പത്രോസ് എണീറ്റ് നിന്ന് ആത്മാവിൽ പ്രസംഗിക്കുമ്പോൾ 3000 പേർ ജീവിച്ചു. സംഖ്യ പോലും വ്യക്തമാണ്. പഴയ നിയമത്തിൽ 3000 പേർ എന്ത് ചെയ്യുന്നു, 32-ാമത്തെ അധ്യായം, പുറപ്പാട് 32-ാമത്തെ അധ്യായത്തിൽ ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു, മരിച്ചു. പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പത്രോസ് എഴുന്നേറ്റ് ആത്മാവിൽ സംസാരിക്കുമ്പോൾ 3000 പേർ ജീവിച്ചു. അക്ഷരം ന്യായവിധിക്കും, ആത്മാവോ ജീവനിൽ കൊണ്ടുപോകും. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി കാണുവാൻ ആഗ്രഹിക്കുവൻ. ഹല്ലേലൂയ. കപടഭക്തിയും വിഗ്രഹാരാധനയായിട്ട് ദൈവവചനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നു. ഭക്തി, തൃപ്തിയോടുകൂടിയ ഭക്തി വലുതായ ആദായം. ഈ ദിവസങ്ങളിൽ കർത്താവേ, വിഗ്രഹങ്ങളെ ഹൃദയങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, ഉടച്ചു കളയാം. ഹല്ലേലൂയ. അത് ദൈവിക അനുഗ്രഹത്തിന്റെ, ദൈവം നമുക്ക് നൽകുന്ന നിത്യജീവന്റെ ആ ജീവപുസ്തകത്തിന്റെ പേര് തെളിഞ്ഞു വരുവാൻ കാരണമായി തീരും. മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, ഈ ജനത്തെ നീ നീക്കിക്കളയുന്നുണ്ടെങ്കിൽ ജീവപുസ്തകത്തിൽ നിന്ന് എന്റെ പേര് കൂടെ എന്ത് ചെയ്യണമേ. ദൈവം അതിനൊരു പരിഹാരം എന്ത് ചെയ്തു, കൊടുത്തുവോ. ശിക്ഷാവിധികളിലൂടെ എന്ത് ചെയ്തു, കുറെ ആൾക്കാർ എന്ത് ചെയ്തു, വിടുവിച്ചു. കർത്താവേ, ഞങ്ങൾ ശിക്ഷാവിധിയിലേക്ക് അകപ്പെട്ടു പോകാതിരിപ്പാൻ നിന്റെ രക്തം ഞങ്ങൾ എന്ത് ചെയ്യണമേ, കഴുകണമേ, ശുദ്ധീകരിക്കണം. ദേമാസ് ഓടിയതുപോലെ ഞങ്ങളിൽ ആരും എന്ത് ചെയ്യരുത്, ഓടിപ്പോകരുത്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെയും അല്ലെങ്കിൽ യേശുവിന്റെ പാദപീഠത്തിൽ ആ വെങ്കൽ ഭരണി ഉടച്ച് തൈലം പകർന്നതുപോലെ ഞങ്ങൾക്കുള്ള ദൈവം തന്നിട്ടുള്ള സകലതും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടുവാനും നിത്യതയിൽ കാണപ്പെടുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.